ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ ഒരു നിമിഷം ഏതായിരിക്കും? ജീവിതത്തിൽ ദുഃഖം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഭയങ്കര ആ, ഒരു കരിയർ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു ലൈഫ് ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ജേണിയാണ്. അതെ, അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. ഞാനൊരു സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ പറ്റിയില്ല. ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തിട്ട് ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ 16ാമത്തെ വയസ്സിൽ 450 രൂപയ്ക്ക് വെയിറ്ററായിട്ട് ജോലി ചെയ്ത് വന്ന ഒരാളാണ്. ആ നിലയിൽ എനിക്ക് ഇതൊക്കെ എത്താൻ പറ്റുമ്പോൾ നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ഇല്ല, കാര്യമില്ലല്ലോ. ഇല്ല. ബാക്കിയെല്ലാം എക്സ്ട്രാ ബോണസാണ്. ഒരു ഒരു കൊല്ലത്തെ ഒരു അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള ഒരു ദ്വീപിനകത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇതേപോലെയൊക്കെയുള്ള ബ്രിട്ടീഷ് പൗരത്വം കിട്ടുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോകാൻ പറ്റി. ഇപ്പോൾ കുറേ ബിസിനസ്സായി, കുറേ സംഭവങ്ങളായി. നല്ല ഇതേപോലെയുള്ള വിശ്വവിഖ്യാതരായ ഒരുപാട് വ്യക്തികൾക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവരോട് ഇടപഴകാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ പിന്നെ നമുക്കങ്ങനെ ഒരു ദുഃഖം തോന്നേണ്ട ദുഃഖമില്ല. കാര്യങ്ങളില്ല ആക്ച്വലി. പിന്നെ ഇതിൻ്റെ ഇടയിൽ, ഈ ഒരു കരിയറിൻ്റെ ഇടയിൽ നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുഃഖിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാടെടുത്ത് നമ്മളെ റിജക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ ഒരു ഒരു കുക്ക് എന്ന നിലയിൽ പഠിക്കാതെ, ഹോട്ടൽ മാനേജ്മെൻറ്റൊന്നും പഠിക്കാതെ നമ്മളൊരു റെസ്റ്റോറൻറ്റ്സിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത കുറേ പെയിനുണ്ട്. അത് ഒത്തിരി പേര് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നിനക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രയലൊക്കെ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാലും ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, എക്സ്പീരിയൻസ് അല്ല, പഠനം അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ വീണ്ടും ചെയ്ത് ചെയ്ത് നമ്മൾ ചെയ്ത് തോൽക്കാൻ തയ്യാറായില്ല. തോൽക്കാൻ തറയിട്ടില്ല. അതാണ് ഒരിക്കലും തോൽക്കാൻ പാടില്ല. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അന്നൊന്നും ഒരിക്കലും ഞാൻ കരുതിയല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ആവുമെന്നല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നമ്മളൊരു ലൈഫ് ഹോട്ടൽ തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു ഇല്ലില്ല, എവിടെയെങ്കിലും. അതും ഇല്ല. അതും വിചാരിച്ചില്ല. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിൽ ഫസ്റ്റ് 15 ഇയേഴ്സ് ഉണ്ടല്ലോ ഒരാളുടെ, ആദ്യത്തെ 15 വർഷം നിങ്ങൾ എടുക്കുന്ന എഫർട്ടായിരിക്കും നെക്സ്റ്റ് 15 ഇയേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ബലമായിട്ട് കിട്ടുക. ആദ്യത്തെ 15 വർഷം നിങ്ങൾ എത്രമാത്രം എഫക്റ്റ് എടുത്തോ, എത്രമാത്രം ആദ്യത്തെ 5 വർഷം, ഈ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ലോങ് ടൈമാണ്. ഒരു 3 ഘട്ടമാണ്. 5 വർഷം 5 വർഷം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ് ഒരാളുടെ ലൈഫ്. ഒരു 20 വയസ്സിൽ തുടങ്ങുന്നു, 25 വയസ്സിൽ തുടങ്ങുന്നു, അല്ല 30 വയസ്സിലോ നിങ്ങളൊരു കരിയർ തുടങ്ങുകയാണ്. അല്ല നിങ്ങൾ എന്തെങ്കിലും ആ 15 ഇയേഴ്സിൽ എടുക്കുന്ന എഫർട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അടുത്ത 15 ഇയേഴ്സിൽ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു കരിയർ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ 15 ഇയേഴ്സിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിവുണ്ടായിട്ടും, കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള സ്കില്ലുണ്ട്. പക്ഷേ അവർ പറയുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തഴയും. അത് ഒരിടത്തല്ല പലയിടത്തും ആകുമ്പോൾ നമുക്കറിയാം. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഒരുപാട് എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് കിട്ടിയത്. ആ രീതിയിൽ ഉള്ള ആ ഒരു സ്റ്റേജിൽ മാത്രമേ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ദുഃഖം വന്നിട്ടുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ബ്ലെസ്സിങ് അല്ലേ നമുക്ക്. അതെ, അതെ. എനിക്കതുകൊണ്ടൊരു സീറോ കംപ്ലൈൻറ്റ്. ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. ഞാൻ ഒരുപാട് സന്തോഷങ്ങളിലൂടെ ദൈവം എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ഒത്തിരി എത്തിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി കാര്യങ്ങൾ അതാ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അപ്പം കഴിഞ്ഞ 30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ 1.5 വർഷം കൊണ്ടൊരു സ്ഥാപനം ഇത് തുടങ്ങി പെട്ടെന്ന് തന്നെ 1.5 വർഷം കൊണ്ട് 12 റെസ്റ്റോറൻറ്റ് മൾട്ടിപ്പിൾ സിറ്റിയിൽ തുറക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കരമായൊരു അത്ര ഈസി അല്ല ചെയ്യുക എന്ന് പറയുന്നത്.